കുറ്റിയോട് MIM ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ രണ്ടാം ദിനം പുസ്തക ചർച്ച ഡോക്ടർ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമായ ഭാഷകളിൽ ജന്മം കൊണ്ട വ്യത്യസ്ത സംസ്കാരത്തെ പ്രതിധ്വനിക്കുന്ന വ്യത്യസ്തമായ പുസ്തകങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചത്. വളരെ ഗൗരവമായ വായനയാണ് നടന്നത് എന്ന കാര്യത്തിലൊരു സംശയമില്ല. പക്ഷെ ഇവിടെ അവതരിപ്പിച്ച പുസ്തകങ്ങളിലൊക്കെ തന്നെ ഞാനൊരു പൊതു നൂല് കണ്ടെത്താൻ ശ്രമിച്ചതാണ് ഇത്ര നേരം ഇവിടെ ഇരുന്നിട്ട്. ഇതിലൊക്കെ അറിയാതെ പോയ, കാണാതെ പോയ ഒരു നൂലുണ്ട്. അത് ഇവിടെ കുട്ടികൾ അവതരിപ്പിച്ചതായാലും ടീച്ചർ അവതരിപ്പിച്ചതായാലും ഒക്കെ അതിലെ ആ അജ്ഞാതമായ ആ നൂലെന്ത് എന്ന് ചോദിച്ചാൽ വായനക്കാരനെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ഘടകം അതിലുണ്ട് എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വായനക്കാരനെ ഇൻസ്പയർ ചെയ്യുന്നു. അതിലെ കഥാപാത്രങ്ങൾ ഇതിപ്പോൾ ഏറ്റവും അവസാനം അവതരിപ്പിച്ച ബഷീറിൻ്റെ കൃതിയിൽ പോലും, ബാല്യകാല സഖിയിൽ പോലും മജീദ് ഇൻസ്പയർ ചെയ്യപ്പെടുകയാണ്. എപ്പോഴും വായന നമ്മെ എവിടെയൊക്കെയോ കൊണ്ടെത്തിക്കും. വിക്ടർ ഹ്യൂഗോയുടെ ജീൻവാൽ ജീൻ എന്ന നോവലിനെ പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നമുക്ക് ഏവർക്കും അറിയാം, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ജീൻവാൽ ജീൻ എന്ന് പറയുന്ന നോവല് ഏവരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ചു പറ്റാൻ കഴിയുന്നതായിട്ടുള്ള ഒരു നോവലാണ്. ഞാനിപ്പോൾ അത് 5 വർഷം മുമ്പെങ്ങാനാണ് ഞാൻ വായിച്ചത്. പക്ഷെ എന്നാൽ കൂടി എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പരിപാടിയെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ വായിലേക്ക് ആദ്യം വന്നത് ജീൻവാൽ ജീനാണ്. Today I would like to introduce you to a truly remarkable and moving piece of literature that has charmed readers worldwide. The book I will be discussing is The Kite Runner, the powerful debate novel by Khaled Hosseini. It is not just a story. It's a profound journey that explores the timeless and heartbreaking themes of friendship, betrayal and guilt. The Kite Runner centers on the entertained lives of Hamir, a privileged boy desperate for his father's approval. മാനേജ്മെന്റ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി TK അബ്ബാസ് അധ്യക്ഷനായി. വല്ലാത്തൊരു സുഖമുള്ള ഒരു കാര്യമാണ് വായന എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുക, അത് ഒരു നമ്മളൊരു കൃത്യമായിട്ട് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു സുഖം, ഒരു അനുഭൂതി, പുതിയ കൂട്ടുകെട്ടുകൾ, പുതിയ ചിന്തകൾ, പുതിയ അനുഭവങ്ങൾ. നമ്മൾ ഈ സ്കൂളിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് പഠിക്കുന്ന പഠനത്തെക്കാൾ അപ്പുറത്ത് ഒരുപാട് അനുഭവങ്ങളും അനുഭവ സമ്പത്തുകളും അല്ലെങ്കിൽ ഒരുപാട് വിജ്ഞാനങ്ങളും നമുക്ക് നേടിയെടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന, അങ്ങനെ വായിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾക്കും എഴുതാൻ തോന്നും, കഥ എഴുതാൻ തോന്നും, നോവൽ എഴുതാൻ തോന്നും. അങ്ങനെ നമ്മൾ ആ ഒരു ലോകത്തേക്ക് നമ്മളും കടന്നു വരും. നമ്മൾ ഈ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് പേരോട് MIM ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് നാളെ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഉപകാരം നമുക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളൊക്കെയും വായനയുടെ ലോകത്ത്, അതല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം, നമ്മുടെ മറ്റ് ആക്ടിവിറ്റീസ്, നമ്മുടെ എന്താ പറയുക, നമ്മുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ നിങ്ങൾ ഊറിക്കിടക്കുന്ന സർഗവാസനകൾ, അതൊക്കെ പുറത്തെടുക്കാനുള്ള ഒരവസരമാണ് പ്രിയപ്പെട്ട അധ്യാപകന്മാർ നിങ്ങൾക്കിവിടെ ഒരുക്കി തന്നിട്ടുള്ളത്. അത് നിങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തണമെന്ന് വളരെ നിർബന്ധമായി ഇവിടുത്തെ അധ്യാപകന്മാർക്ക് ആഗ്രഹമുണ്ടാകും. ആ ആഗ്രഹത്തോടൊപ്പം നിന്നുകൊടുക്കാൻ, അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങളൊന്നങ്ങ് ചലിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ വളർന്ന് വലിയ സാഹിത്യകാരന്മാരായി, വലിയ അറിവുള്ള നല്ല നോവലിസ്റ്റുകളായി, നിരൂപകന്മാരായി, നിങ്ങൾ വലിയ കഥാകൃത്തുകളായി, അങ്ങനെയൊക്കെ ഈ MIM മണ്ണിൽ നിന്ന് നിങ്ങൾ ഉതിർന്നു വരുമ്പോൾ, മുട്ടിട്ട് വരുമ്പോൾ, അത് വളർന്ന് വലിയ വൃക്ഷങ്ങളായി, വലിയ ശിഖരങ്ങളായി നിങ്ങൾ ഈ ലോകത്തേക്ക് ഇങ്ങനെ പടർന്നു പോകുമ്പോൾ അത് കണ്ട് സന്തോഷിക്കുന്ന ആളുകളായിരിക്കും ഈ ഇരിക്കുന്ന മുഴുവൻ അധ്യാപകന്മാരും ടീച്ചേഴ്സും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ. ജാഫർ വാണിമേൽ, PK റാവിയ, ഇസ്മായിൽ വാണിമേൽ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടി EK വിജയൻ MLA ഉദ്ഘാടനം ചെയ്തു. മാനേജർ PB കുഞ്ഞമ്മദ് ഹാജി അധ്യക്ഷനായി. ഫെസ്റ്റിവലിന്റെ മറ്റൊരു സെഷനായ കാവ്യ സദസ്സ്
കവി വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കലയുടെ സന്ദേശം ലോകത്തോട് വിളിച്ചു പറയാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്നും അതിനായി വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. PTA പ്രസിഡന്റ് മുഹമ്മദ് പുറമേരി അധ്യക്ഷനായി. കവികളായ സാദിർ തലപ്പുഴ, K സലീന, KP സീന എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. ചടങ്ങിൽ ബംഗ്ലത്ത് മുഹമ്മദ്, പ്രിൻസിപ്പാൾ AK രഞ്ജിത്ത്, മുഹമ്മദ് മേച്ചേരി, സുബൈർ തോട്ടക്കാട്, K അബ്ദുൽ ജലീൽ, സിറാജ് കൂളിക്കുൽ, TP ഹാരിസ് എന്നിവർ സംസാരിച്ചു.